ഒരു റോഡിനും ഈ അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. ഹായ്, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നിങ്ങൾ കണ്ട, നമ്മളിപ്പോൾ നമ്മുടെ റോട്ടിലാണ്. നമുക്ക് 2025 2025 നമുക്ക് നമ്മുടെ വീടിൻ്റെ മുന്നിൽ കൂടെ പോകുന്ന റോഡിൻ്റെ ടാറിംഗ് ഒക്കെ കഴിഞ്ഞ് നമുക്കൊരു നല്ല റോഡ് കിട്ടി. നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ട്, പുറകിൽ എൻ്റെ ബാക്കിൽ കാണാൻ പറ്റുന്നില്ലേ? നമ്മുടെ പുതിയ വർഷത്തിലെ ആദ്യത്തെ വീഡിയോ ആണ്. ഇപ്പൊ തന്നെ ഞാൻ എടുത്ത വീഡിയോ ആണ്. കണ്ട, 2025 എൻ്റെ ആദ്യത്തെ വീഡിയോ. നിങ്ങളെല്ലാവരും പുതിയ ഈ ന്യൂ ഇയറിൽ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് ആശംസകൾ നേരുന്നു. നിങ്ങൾ നോക്കിയേ, നമ്മുടെ പുതിയ റോഡ്. ഈ റോഡ് നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് വേണ്ടി പറയാം, ഞാൻ എടത്തിരുത്തി എന്ന പഞ്ചായത്തിലാണ്. എടത്തിരുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ എടത്തിരുത്തി എന്ന പഞ്ചായത്തില് കുട്ടമംഗലം റോഡ്, എടത്തിരുത്തി കോൺവെന്റിന്റെ അവിടുന്ന് കുട്ടമംഗലം റോഡ് എന്ന് പറയും. ആ റോഡാണ് ഇപ്പൊ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്ത് ഭംഗിയാന്ന് നോക്കി. ടാറിങ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇന്നലെ ടാറിങ് കംപ്ലീറ്റ് ആയി. ഏകദേശം ഒരു 4 മണി 5 മണി, ടൈം കറക്റ്റ് ഓർമ്മയില്ല. എന്തായാലും ഇന്നലെ വൈകിട്ട് ഈ റോഡിന്റെ ടാറിങ് ഒക്കെ കഴിഞ്ഞാണ്. ഇന്നിപ്പോൾ ഏകദേശം ഒരു രാവിലെ 10:30 10:30 11 o'clock ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അത് ഈ റോഡ് ഒരു പുതിയ വർഷത്തിൽ ഒരു നല്ല കാര്യം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. ഒരു സന്തോഷമുള്ള കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാന്ന് വെച്ചാണ് ഈ റോഡുമ്മ തന്നെ നമ്മൾ തുടങ്ങിയത്. അപ്പം നമ്മുടെ ജീവിതം തന്നെ ഒരു യാത്ര ആയതുകൊണ്ട് നമ്മൾ ഒരു യാത്ര മീൻസ് നമ്മൾ നടന്നുകൊണ്ട്, നമ്മുടെ റോട്ടിലൂടെ നടന്നുകൊണ്ട് നമ്മുടെ പുതിയ വർഷം ആരംഭിച്ചു. ഇനി നമുക്ക് ഈ റോഡിൻ്റെ കുറച്ച് കാര്യങ്ങൾ വളരെ എമർജൻസി ആയിട്ട് നിങ്ങളെ അറിയിക്കേണ്ടതുണ്ടെന്ന് തോന്നി. അതുകൊണ്ടാണ് ഈ വീഡിയോ തന്നെ ഇന്ന് രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചത്. ഒരു റോഡ് പണിയൊക്കെ പൂർത്തിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 24 മണിക്കൂർ എന്നാണ് അതിൻ്റെ അധികൃതർ നമ്മളോട് പറഞ്ഞത്. കണ്ട, 24 മണിക്കൂറെങ്കിലും വലിയ വാഹനങ്ങൾ, അതുപോലെ ലോഡ് കയറ്റി പോണ സാധനം, നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന വണ്ടികൾ, ഇതൊന്നും നമ്മുടെ അല്ല, ഏത് റോഡ് പണി കഴിഞ്ഞു കഴിഞ്ഞാലും ആ റോട്ടിലൂടെ പോവാൻ പാടില്ല. അത് അധികൃതര് നോക്കുന്നതിനും കൂടുതൽ നമ്മളാണ്. നമ്മുടെ ഏത് ഭാഗത്താണ് റോഡ് പണി കഴിഞ്ഞ് ആ ഭാഗത്തുള്ള ആൾക്കാര് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട. റോഡ് പണി പൂർത്തി 24 മണിക്കൂർ തികയുന്നതിന് മുന്നേ റോഡിന്റെ അവസ്ഥ നിങ്ങൾ നോക്കിയേ. ഇത് വെറുതെ ആയതല്ല. ചുമന്ന മണ്ണ് കൊണ്ട് ഹാഫ് ലോറി നമ്മുടെ റോഡിൽ തലങ്ങും വിലങ്ങും പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കാരണം കൊണ്ടാണ് റോഡ് ഇതുപോലെ വൃത്തികേടായേക്കണത്. മനസ്സിലായോ? ഈ ലോഡും വണ്ടി പോയതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായതായിട്ടാണ് എനിക്ക് തന്നെ. നിങ്ങൾ നോക്കിയേ, എവിടെയാണ് ഇത് സംഭവിച്ചേക്കുന്നത്? നമ്മുടെ ഈ വഴിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് ആണിത്. ഇവിടെ പണ്ട് മുതലേ ഗട്ടറായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അവിടെ നല്ല രീതിയിൽ തന്നെ ഇതിൻ്റെ അധികൃതർ ഇന്നലെ ടാർ ചെയ്തിരുന്നു. ഞാൻ കണ്ടു നിന്ന കാഴ്ചയാണ്. അവർ നല്ല രീതിയിൽ ചെയ്തത്. പക്ഷേ അവരൊരു കാര്യം പറഞ്ഞിരുന്നു, വലിയ വണ്ടികൾ കടത്തി വിടരുത്, 24 മണിക്കൂറെങ്കിലും വലിയ വണ്ടികൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പെട്ടെന്ന് കേടുവരാൻ സാധ്യത. നോക്കി നിങ്ങൾ എവിടെയാണ് കേട് വന്നതെന്ന് കണ്ട. ആ ലോറി പോയ സ്ഥലത്താണ്, ലോറി എന്ന് പറഞ്ഞാൽ ഈ ഹാഫ് ലോറി പോയ സ്ഥലത്താണ്. അത് ലോഡ് പോയിട്ട് പോണതാണ്, വെറുതെ പോണതല്ല. ഇത്രയധികം ലോഡ് 24 മണിക്കൂറിന് മുന്നേ പോയി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പം നിങ്ങളൊക്കെ അല്ലെങ്കിൽ നമ്മളെല്ലാവരും ഒരു വീട് വാർത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ നമ്മളതിൻ്റെ മുകളിൽ ചവിട്ടി കിടക്കുമോ? ഇല്ലല്ലോ. അതുപോലെ തന്നെ നമുക്ക് ഉത്തരവാദിത്തമുണ്ട്. നമ്മുടെ നാടിനോടും നാട്ടിലെ റോഡിനോടും എല്ലാവർക്കും നല്ല റോഡ് വേണം. പക്ഷേ അതിന് ഒരു ദിവസം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ന്യൂ ഇയർ.